ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കട്ട്ലയും ഞണ്ടുമാണ്. ഈ റോസ് കളർ മീനിന് ഞങ്ങളുടെ നാട്ടിൽ കട്ട്ല, പുയപ്പള അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ശങ്കര എന്നാണേ പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര്? വാങ്ങിച്ചതിന് ശേഷം നല്ലപോലെ കല്ലുപ്പിട്ടിട്ട് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞണ്ടിൽ കല്ലുപ്പിട്ട് കഴുകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി ഞാൻ അങ്ങനെ കേട്ടോ കഴുകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള മീനിലേക്ക് മസാല മിക്സ് ചെയ്ത് വെക്കാനാണ് കേട്ടോ എൻ്റെ പരിപാടി. ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവിടെ ഒരു JB ഫിഷ് ഫ്രൈ മസാല ഇട്ടും ആ മസാല വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കറി വയ്ക്കാനുള്ള മീനിലേക്ക് മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മീനുണ്ടല്ലോ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴേക്കും വിവി എനിക്ക് ഉള്ളിയൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് എൻ്റെ അനിയൻ തക്കാളി കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, പിന്നെ നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ ഗ്രേവി ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വരുമ്പം ഞാൻ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ സമയത്ത് നിങ്ങൾക്ക് ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ കറിയിൽ അധികം ആഡ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം, നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെള്ളം ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു എനിക്ക്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. ലോ സിമ്മിൽ വിട്ടിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയും പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇന്ന് എല്ലാ കറിയിലും ഞാൻ ചെറിയുള്ളിയാണ്, കാരണം അതിന് മാത്രം എൻ്റെ ഹസ്ബൻഡ് ചെറിയുള്ളി തോല് കളഞ്ഞ് വെച്ച്. ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറി ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞണ്ട് ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ഞണ്ട് ഗ്രേവിയുടെ ലുക്കും. ഇതാണ് എൻ്റെ മീൻ കറിയും. അപ്പോൾ മീൻ കറി ആയതിനു ശേഷം ഞാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, അനിയൻ, പിന്നെ എനിക്കിതിനകത്ത് ഒരുപാട് കറിവേപ്പില ഇട്ടാലേ സമാധാനം ആവത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഫൈനലി എൻ്റെ മീൻ കറിയും ഞണ്ട് ഗ്രേവിയും അതുപോലെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൊന്നിയരിയുടെ റൈസാണ് കേട്ടോ. അതിൽ നല്ല കറ്റ്ല മീനിൻ്റെ കറിയും അതുപോലെ ഒരു ഫ്രൈയും പിന്നെ ഞണ്ട് നല്ല വരട്ടിയെടുത്തൊരു കറിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ ലഞ്ചെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് മുന്നേറ്റ വീഡിയോന് നല്ല സപ്പോർട്ട് തന്നെ. താങ്ക്സ്.